Hello dear students, welcome back. Engineering aspire ചെയ്യുന്ന സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാവുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അമൃത വിശ്വവിദ്യാപീഠം. പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. സോ ഫീസ് അടക്കാൻ കഴിയുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. NIRF റാങ്കിങ്ങിലൊക്കെ മികച്ച പൊസിഷനിലുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. 7ഓളം ക്യാമ്പസുകളിലായിട്ട് ബിടെക്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ആണ് അമൃത എൻട്രൻസ് എക്സാം ഫോർ എഞ്ചിനീയറിംഗ്. ആ എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന അമൃത വിശ്വവിദ്യാപീഠമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് NIRF റാങ്കിൽ ഓവറോൾ ആയിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ 18th റാങ്കും എഞ്ചിനീയറിംഗിൽ 23rd റാങ്കുമാണ്. അവര് ക്യാമ്പസുകൾ 7 സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പസുകളുണ്ട്. അമൃതപുരി എന്ന് പറയുന്നത് കേരളത്തിലെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. പിന്നെ ഉള്ളത് സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, മൈസൂർ ആൻഡ് നാഗർകോയിൽ. ഇങ്ങനെ 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അല്ലെങ്കിൽ 7 ക്യാമ്പസുകളാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്സിനുള്ളത്. അവിടെ ബിടെക് കോഴ്സുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പിന്നെയുള്ളതൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളാണ്. സോ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന്, എഞ്ചിനീയറിംഗ് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഡിഫറൻറ്റ് മേഖലകളിൽ ബിടെക് കോഴ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷന്റെ ഡേറ്റ് ഏതാണ്ട് അടുത്ത് കഴിഞ്ഞു. 2 ഫേസുകളായിട്ട് എക്സാം നടക്കുന്നുണ്ട്. ഫേസ് 1ന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 25th January 2025 ആണ്. എക്സാമിനേഷൻ നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. February 1, 2, 3 തീയതികളിലായിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുന്നത്. അതിന്റെ എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ ഫീ 1200 rupees ആണ്. എക്സാം സെന്ററുകൾ നമ്മൾ കേരളത്തിൽ മലപ്പുറം, നമ്മളെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പറയുന്നത്. മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ എക്സാം സെന്ററുകളുണ്ട്. സോ എക്സാം സെന്ററുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. Now എക്സാമിനേഷന്റെ പാറ്റേൺ 150 minutes കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ 150 minutes, അതായത് 2.5 മണിക്കൂറാണ് എക്സാം. 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ JEE മെയിനേക്കാളൊക്കെ ലെവൽ കുറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ലെവലിന് താഴെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ 4 സബ്ജക്റ്റുകളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേ വെയിറ്റേജ് അല്ല. മാത്തമാറ്റിക്സിന് 40 ക്വസ്റ്റ്യൻസ് ആണ്, ഫിസിക്സിൽ 30 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ഇംഗ്ലീഷിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാവും. മാർക്കിംഗ് സ്കീം JEE മെയിൻ പോലെയല്ല. +3 and -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ബട്ട് പോസിറ്റീവ് ആയിട്ട് 4 മാർക്കല്ല 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനേഷനെ പറ്റി പറയാനുള്ളത്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. NIRF റാങ്കിങ്ങിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് January 25th ആണ്. സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.